ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 2 ദിവസത്തെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മടക്കം. ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തതായി ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ അറിയിച്ചു. With the reference to the unfortunate terror attack that has happened in India, both the leaders expressed their condemnation for the terror attack. His Royal Highness Crown Prince conveyed his condolences and sympathies and offered any help in this regard to us. പ്രധാനമന്ത്രിയോടൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള സംഘവും ഇന്ത്യയിലേക്ക് മടങ്ങി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ജിദ്ദയിലെ അൽസലാം കൊട്ടാരത്തിലായിരുന്നു പ്രധാനമന്ത്രിയും സൗദി കിരീടാവകാശിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. കൊട്ടാരത്തിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. സുപ്രധാനമായ 4 കരാറുകളിൽ ഇരു നേതാക്കളും ഒപ്പുവെച്ചു. സ്പേസ് ഏജൻസി, ആരോഗ്യം, ആന്റി ഡോപ്പിംഗ് ഏജൻസി തുടങ്ങിയ മേഖലകളിലെ സഹകരണ കരാറുകൾ ഇതിൽപ്പെടും. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇടനാഴി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ സഹകരിക്കുമെന്ന് സൗദി വ്യക്തമാക്കി. ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ യോഗത്തിലും നരേന്ദ്രമോദിയും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പങ്കെടുത്തു. കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുടെ എണ്ണം 2 നിന്ന് 4 വർദ്ധിപ്പിക്കാൻ ധാരണയായി. കൂടാതെ സൗദിയിലെ വ്യവസായ പ്രമുഖരും സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഫാക്ടറി സന്ദർശനം ഒഴിവാക്കി. ജലീൽ കണമകരം, 24 ജിദ്ദ.